നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ ആദ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് കൊട്ടിക്കലാശം. ഇനി ഒരു ദിവസത്തെ നിശബ്ദ പ്രചരണത്തിന് ശേഷം പോളിംഗ് ബൂത്തിലേക്ക്. ക്ഷേത്രവാദ്യകല ആസ്വാദക സമിതിയുടെ ശ്രീരാമപാദ സുവർണ മുദ്ര പുരസ്കാരം കൊമ്പ് കലാകാരൻ കുമ്മത്ത് രാമൻകുട്ടി നായർക്ക് സമർപ്പിക്കും. മണലൂർ മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ ടി.എൻ. പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകളിലേക്ക് വിശദമായി. നാട്ടുപോരിനായി നാടൊരുങ്ങി. വാശിയേറിയ പരസ്യ പ്രചരണത്തിന് സമാപനം കുറിച്ച് ആഘോഷമായി വിവിധ മുന്നണികൾ കൊട്ടിക്കലാശം നടത്തി. ഓരോ വീടും കയറിയിറങ്ങി വോട്ടുറപ്പിച്ചതിന് ശേഷം സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും വൈകിട്ട് വാഹന ജാഥയായി വിവിധ കേന്ദ്രങ്ങളിൽ ഒത്തുകൂടി. നാട്ടിക, വലപ്പാട് പഞ്ചായത്തുകളിലെ മുന്നണികൾ തൃപ്പയാർ ബസ് സ്റ്റാൻഡ് പരിസരത്തും തൃപ്പയാർ ജംഗ്ഷനിലും കൊട്ടിക്കലാശം നടത്തി.
താന്യത്ത് പെരിങ്ങോട്ടുകര 3 കൂടിയ സെന്ററിലും 4 കൂടിയ സെന്ററിലും വിവിധ മുന്നണികൾ കേന്ദ്രീകരിച്ചു.
വാടനപ്പള്ളി സെന്ററിൽ പലയിടങ്ങളിലായി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കൊട്ടിക്കലാശം നടത്തി. വാടനപ്പള്ളിയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടത്തിവന്നിരുന്ന പരസ്യ പ്രചരണത്തിന്റെ സമാപനം കുറിച്ച് കൊട്ടിക്കലാശം സംഘടിപ്പിച്ചു. സമയക്രമം പാലിച്ച് വിവിധ സ്ഥലങ്ങളിൽ കൊട്ടിക്കലാശം നടത്തുവാനാണ് പോലീസ് അനുമതി നൽകിയത്. LDF വാടനപ്പള്ളി ബീച്ച് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് ആത്മാവ് സെന്റർ നിലയുറപ്പിച്ച് 6-ന് അവസാനിപ്പിച്ചു. UDF വാടനപ്പള്ളി സെന്ററിന് വടക്ക് അറക്കൽ ഗ്രൗണ്ടിനടുത്ത് നിന്ന് ആരംഭിച്ച് ചിലങ്ക സെന്ററിൽ മുക്രിയകത്ത് ഓഡിറ്റോറിയത്തിന് സമീപത്ത് നിശ്ചിത സമയത്ത് അവസാനിപ്പിച്ചു. പോരാട്ടത്തിന്റെ തുടക്കം കുറിക്കാൻ വിലയേറിയ വോട്ടുകൾക്ക് നൽകണമേ എന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. ജീവിക്കാനാകാത്തത് ഈ ജനവിരുദ്ധ ഭരണകൂടത്തെ തകർത്തെറിയുവാൻ 10 വർഷം കൊണ്ട് കോടിക്കണക്കിന് രൂപയെ സംസ്ഥാനത്ത് ഈ ജനവിരുദ്ധ ഭരണകൂടത്തെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് നൽകണമേ എന്ന് അപേക്ഷിക്കുകയാണ്. 110 കോടി രൂപ മുടക്കി 25 പിണറായി വിജയൻ കുടുംബസമേതം വിദേശത്തുല്ലാസയാത്ര നടത്തിയത് നമ്മുടെ നികുതി പണം കൊണ്ടാണ്. സാധാരണക്കാരന്റെ ജീവിതത്തിന് പുരോഗതി ഉണ്ടാക്കേണ്ട പണമാണ്. ആ പണക്കാരെ നാടുകടത്താൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് നൽകുക. വിദേശ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാതെ ജനങ്ങളെ പറ്റിച്ചു. NDA ഗണേശമംഗലത്ത് നിന്നും ആരംഭിച്ച തൃത്തല്ലൂർ സെന്ററിൽ 6 മണിക്ക് അവസാനിപ്പിച്ചു. SDPI കുട്ടമുഖത്ത് നിന്നാരംഭിച്ച് വാടനപ്പള്ളി സെന്റർ വഴി ചിലങ്ക സെന്ററിന് വടക്ക് വസ്ത്രാലയത്തിന് സമീപം 6 മണിക്ക് അവസാനിപ്പിച്ചു. വെൽഫെയർ പാർട്ടി ശാന്തി റോഡ് പരിസരത്ത് നിന്നാരംഭിച്ച് വാടനപ്പള്ളി സെന്ററിൽ എത്തി തിരിച്ച് കുട്ടമുഖത്തെത്തി 6-ന് സമാപിച്ചു. സംഘർഷങ്ങളും ഗതാഗത തടസ്സവും ഒഴിവാക്കാനാണ് പോലീസ് ഇത്തവണ കൊട്ടിക്കലാശത്തിൽ മാറ്റം വരുത്തിയത്. ഇത്തവണ വാടനപ്പള്ളിയിൽ കനത്ത പോരാട്ടമാണ് നടക്കുന്നത്. തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഏകാദശിയോടനുബന്ധിച്ച് ക്ഷേത്ര വാദ്യകല ആസ്വാദക സമിതിയുടെ ശ്രീരാമപാദ സുവർണമുദ്ര പുരസ്കാരം കൊമ്പുകലാകാരൻ കുമ്മത്ത് രാമൻകുട്ടി നായർക്ക് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഏകാദശിയോടനുബന്ധിച്ച് ക്ഷേത്ര വാദ്യകല ആസ്വാദക സമിതിയുടെ നേതൃത്വത്തിൽ 30 ദിവസം നീണ്ടുനിൽക്കുന്ന വാദ്യോപാസന 2025 നവംബർ 14 മുതൽ ഡിസംബർ 13 വരെ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ കേരളത്തിലെ പ്രശസ്തരായ വാദ്യകലാകാരന്മാരെ പങ്കെടുപ്പിച്ച് നടന്നുവരുന്നുണ്ട്.
സിംഗിൾ തായമ്പക, ഡബിൾ തായമ്പക, ഇടയ്ക്ക തായമ്പക തുടങ്ങിയവ ഈ വാദ്യോപാസനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഡിസംബർ 11 വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് ഏകാദശിയോടനുബന്ധിച്ച് നടക്കുന്ന കലാസാംസ്കാരിക പരിപാടിയിൽ കൊമ്പ് കലാകാരൻ കുമ്മത്ത് രാമൻകുട്ടി നായർക്ക് ശ്രീരാമപാദ സുവർണമുദ്ര സമർപ്പിക്കുന്ന ചടങ്ങിൽ പ്രശസ്തി പത്രവും മെമന്റോയും നൽകി ആദരിക്കും. ആദരവ് സമർപ്പിക്കുന്നത് പ്രശസ്ത കഥകളി കലാകാരനും കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവുമായ പ്രൊഫസർ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനാണ്. ക്ഷേത്രസന്നിധിയിൽ നടന്ന നറുക്കെടുപ്പിലൂടെയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. സിനിമാ താരം ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്യും. ചെയർമാൻ KM മോഹനൻ മാരാർ, ജനറൽ കൺവീനർ വിനോദ് നടുവത്തേരി, ട്രഷറർ C പ്രേംകുമാർ, വൈസ് ചെയർമാൻ P മാധവ മേനോൻ, വൈസ് ചെയർമാൻ EB സദാനന്ദൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UDF പെരിഞ്ഞനം പഞ്ചായത്ത് 6, 7, 10, 11 വാർഡുകളുടെ കുടുംബസംഗമം നടത്തി. DCC ജനറൽ സെക്രട്ടറി PMA ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് നസീർ പുഴങ്കരയിലത്ത് അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി മൻസൂർ മുഖ്യപ്രഭാഷണം നടത്തി. വനിതാ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OS നഫീസ മുഖ്യാതിഥിയായി സംബന്ധിച്ചു. UDF മണ്ഡലം ചെയർമാൻ സുധാകരൻ മണപ്പാട്ട്, കൺവീനർ KM നിഷാദ് രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് കാട്ടൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി ബിനീഷ് സുകുമാരൻ, സ്ഥാനാർത്ഥികളായ CP ഉല്ലാസ്, ഷീല വിശ്വംഭരൻ, നദീറ ഷിയാസ്, ഷീജ ഉദയൻ എന്നിവർ സംസാരിച്ചു. LDF മതിലകം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടത്തി. പുതിയകാവിൽ നിന്ന് ആരംഭിച്ച റാലി മതിലകം സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPM ജില്ലാ കമ്മിറ്റി അംഗം M രാജേഷ് ഉദ്ഘാടനം ചെയ്തു. CK ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. മതിലകം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി EG സുരേന്ദ്രൻ, PH അമീർ, ET ടൈസൺ MLA, KV രാജേഷ്, MA വിജയൻ, BS രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിന്റെ കുട്ടിക്കലാശം എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഇന്ന് നടക്കുകയാണ്. നമ്മുടെ ജില്ലയിൽ മറ്റന്നാൾ തെരഞ്ഞെടുപ്പിന്റെ കുട്ടിക്കലാശവും 11-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വളരെ അഭിമാനത്തോടു കൂടിയിട്ടാണ് വോട്ടർമാരെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് കാരണം കഴിഞ്ഞ 10 വർഷക്കാലത്തോളമായി കേരളത്തിൽ നടക്കുന്ന ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ്. വളരെയേറെ അഭിമാനത്തോടുകൂടി ഇതിനു മുമ്പൊന്നും ഉണ്ടാകാത്ത തരത്തിൽ കേരളമാകെ കഴിഞ്ഞ 10 കൊല്ലക്കാലത്തിനിടയിൽ മാറി. പുതിയ തലമുറയ്ക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ ആഴത്തിലുള്ള അറിവ് നൽകുന്നതിന്റെ ഭാഗമായി ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ റോബോട്ടിക്സ് ലാബ് ആരംഭിച്ചു. എടെക് സിഇഒയും AI ആൻഡ് റോബോട്ടിക്സ് ട്രെയിനറുമായ കിരൺ വിജയ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ PS രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ ബിന്ദു C, ദീനദയാൽ ട്രസ്റ്റ് സെക്രട്ടറി IA മോഹനൻ, അക്കാദമിക് ഡയറക്ടർ TR വിജയം, സ്കൂൾ നെറ്റ് ഇന്ത്യ ലിമിറ്റഡ് പ്രോജക്ട് ഹെഡ് അരവിന്ദ് S, സ്കൂൾ നെറ്റ് ഇന്ത്യ ലിമിറ്റഡ് കേരള ഹെഡ് പ്രദീപ് S, സ്കൂൾ വെൽഫെയർ ഫയർ പ്രസിഡന്റ് ശരൺ AV, മാതൃഭാരതി പ്രസിഡന്റ് തെന്നൽ ലിമിൻ, സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ബിന്ദിയ ബോസ് എന്നിവർ സംസാരിച്ചു. How many of you are actually interested in robotics? Okay, you can put your hands down. So you have a quite good number of students who are interested in robotics. എന്നൊരു കാര്യം ചോദിക്കട്ടെ, റോബോട്ടിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയാം? What do you know about robotics? Okay, so what do you know about robotics? എന്താണ് റോബോട്ട്? ആൻഡ്രോയിഡ് കുഞ്ഞപ്പനാണോ? അതാണ് റോബോട്ട് അല്ലേ? നമുക്ക് അറിയാവുന്ന റോബോട്ട് അതാണ്. പിന്നെ വേറെ ഒരു റോബോട്ടിനെ അറിയാം. ചിട്ടി റോബോട്ടിനെ അറിയാം അല്ലെ? അപ്പൊ മലയാളത്തിലുള്ള റോബോട്ടിനെ അറിയാം, തമിഴിലുള്ള റോബോട്ടിനെ അറിയാം. വേറെ റോബോട്ടിനെ ഏതെങ്കിലും അറിയാം? അപ്പൊ ഇത് രണ്ടുമാണ് റോബോട്ട് അല്ലെ? മനുഷ്യനെ പോലെ നടക്കുന്ന ഒരു മെഷീനെ നമുക്ക് എന്ത് വിളിക്കാം? റോബോട്ട് എന്ന് വിളിക്കാം. മറ്റു വാർത്തകൾക്ക് മുമ്പായി ഇടവേള.
നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. വലപ്പാട് ഭാരത വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. KPM സൊസൈറ്റി പ്രസിഡന്റ് അജിത് പ്രസാദ് അധ്യക്ഷത വഹിച്ചു. മേജർ ജനറൽ ഡോക്ടർ പി വിവേകാനന്ദൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഔറംഗസീബ് എംപയർ, ബ്രിട്ടീഷ് കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ നമ്മുടെ തനതായ ഇവിടുത്തെ റാണി ചിന്നമ്മ, റാണി ലക്ഷ്മിബായി, അല്ലെങ്കിൽ പൃഥ്വിരാജ് ചൗഹാൻ, ഇതേപോലുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തിനെയും നമ്മൾ ഇതിനെപ്പറ്റി കൊല്ലങ്ങളോളം ചെറുത്ത ഇതിനെപ്പറ്റി വളരെ കുറച്ചേ നമുക്ക് അറിയുള്ളൂ. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 5 റണ്ണറപ്പ് സെബ മൂൺ മുഖ്യാതിഥിയായി സംബന്ധിച്ചു. ഡോക്ടർ നിതിൻ ദാസിനെ KPM സൊസൈറ്റി രക്ഷാധികാരി ഇ രാമദാസ് ആദരിച്ചു. പ്രിൻസിപ്പാൾ ബിന്ദു സോമൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. കഴിഞ്ഞ അക്കാദമിക് വർഷത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ 10-12 ക്ലാസുകളിലെ വിദ്യാർത്ഥികളെ ചടങ്ങിൽ പ്രത്യേകം അഭിനന്ദിച്ചു. ബെസ്റ്റ് സ്റ്റുഡന്റായി ഇവ റോസ് ജെയിംസിനെയും ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റായി ആര്യ ചെത്തിക്കാട്ടിനെയും തെരഞ്ഞെടുത്തു. കലാകായിക മത്സരങ്ങളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ആദരവും നൽകി. വൈസ് പ്രിൻസിപ്പാൾ സരിത N, സീനിയർ സെക്ഷൻ ഹെഡ് നിഷ AP, പഞ്ചാബ് നാഷണൽ ബാങ്ക് മാനേജർ കിരൺ ബാലചന്ദ്രൻ, PTA പ്രസിഡന്റ് K സുബ്രഹ്മണ്യൻ, മദർ കൺവീനർ ജസീന ഷിൻദത്ത്, PTA വൈസ് പ്രസിഡന്റ് ടിനു VJ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഏകാദശിയോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കലാപരിപാടികളുടെ 8ാം ദിവസം രാവിലെ തിരുവാതിരക്കളി, നൃത്താർച്ചന, വൈകിട്ട് മോഹിനിയാട്ടം, കഥകളി എന്നിവ നടന്നു.
നല്ല കാലമാണല്ലോ തമ്പ്രാട്ടി തെല്ലലും മൊഴിയാളെ നെല്ലൊരിത്തിരി വേണം കുടിലില്ല കുട്ടികളൊക്കൊന്നും ശത്രുരേഖ കിടക്കുന്നു തമ്പുരാട്ടി കയ്യിൽ ശത്രുവില്ലെന്നാലും ബന്ധു ശത്രുവായി തീരും പേരു കെട്ടിടും പെരുമയറിടും നേരും നെറിയും കൂടും ചേരും ഇങ്ങനെ നമ്മളിലൊക്കെയും നേരമില്ല തമ്പ്രാട്ടി ഇക്കുറി ഞാൻ കള്ളമല്ല കൊച്ചു തമ്പ്രാട്യാളെ അന്നംകൂളം. പെരിഞ്ഞനം കാരയിൽ ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ അഷ്ടനാഗക്കളം നടത്തി. ഇതോടനുബന്ധിച്ച് രാവിലെ ആയില്യം പൂജ, നൂറും പാലും, നാഗപൂജ എന്നിവ നടന്നു. വൈകിട്ട് ചിന്തുപാട്ട്, പാനകപൂജ, അയ്യപ്പ പൂജ എന്നിവയുമുണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം ശാന്തി പ്രിൻസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ KR അർജിത്ത് രാമചന്ദ്രൻ, KK സുനിൽകുമാർ, KS ശശിധരൻ എന്നിവർ നേതൃത്വം നൽകി. വാടനപ്പള്ളി പഞ്ചായത്തിൽ PDPയുടെ പിന്തുണ LDFന്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിലെ 20 വാർഡുകളിലും കൂടാതെ ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഇതേ പിന്തുണ തുടരുമെന്നും പാർട്ടി വ്യക്തമാക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് PS ഷിഹാബ് അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ AS ഷാജിൽ, VK അലി, MA മൻസൂർ, PA ഷിഹാബ്, PA ഫൈസൽ തുടങ്ങിയവർ പങ്കെടുത്തു. മതേതരം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി വാടനപ്പള്ളി പഞ്ചായത്തിലെ 20 വാർഡുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനത്തിലെ പിന്തുണച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തിയിരുന്നു. അതിന്റെ സാഹചര്യത്തിൽ ശക്തമായ പ്രവർത്തനവുമായി PDP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് നീങ്ങുക. മണലൂർ മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ MV അരുൺ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ KK ബാബു, VG അശോകൻ, KB ജയറാം, മുൻ മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ PT ജോൺസൺ, സൈമൺ തെക്കത്ത്, നേതാക്കളായ KK പ്രകാശൻ, വാസു വളാഞ്ചേരി, ടോണി അത്താണിക്കൽ, സോമൻ വടശ്ശേരി, ടോളി ബിനീഷ്, പുഷ്പ വിശ്വംഭരൻ, ബീന സേവിയർ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസിന്റെ പഞ്ചായത്ത് ഭരണസമിതിയും തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമുള്ള മറ്റേത് പഞ്ചായത്തുകൾ, വാടാനപ്പള്ളി പഞ്ചായത്തോ വെങ്കടങ്ങ് പഞ്ചായത്തോ അന്തിക്കാട് പഞ്ചായത്തിനെ എടുത്ത് നോക്കുക. ആ ഗ്രാമപഞ്ചായത്തുകളെക്കാൾ കൂടുതൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനായാലും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലായാലും ജനങ്ങളുടെ പൊതുതാൽപര്യ സംരക്ഷണത്തിനായാലും മറ്റ് പഞ്ചായത്തുകൾക്ക് മാതൃകയാകുന്ന രീതിയിലാണ് കഴിഞ്ഞ 5 വർഷക്കാലം കോൺഗ്രസ് UDF ഭരിച്ച ഈ ഗ്രാമപഞ്ചായത്തിലെ ഭരണം നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെ ഈ 11-ാം തീയതി വോട്ടെടുപ്പ് പൂർത്തിയായി 13-ാം തീയതി ഫലം പ്രഖ്യാപിച്ച് ഉച്ചയാകുമ്പോഴേക്കും മണലൂർ ഗ്രാമപഞ്ചായത്ത് മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ മെമ്പർമാർ ജയിച്ച് കോൺഗ്രസിന്റെ ഭരണം വീണ്ടും ഇവിടെ നിലനിർത്തുമെന്ന കാര്യം അഭിമാനത്തോടുകൂടി ഞങ്ങൾ ഈ സന്ദർഭത്തിൽ ആവർത്തിച്ച് പ്രഖ്യാപിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ആവശ്യപ്പെട്ടുകൊണ്ട് മുൻ MPയും AICC സെക്രട്ടറിയുമായ പ്രിയങ്കരനായ ശ്രീ TN പ്രതാപൻ നയിക്കുന്ന സ്ഥാനാർത്ഥികൾക്കൊപ്പമുള്ള റോഡ് ഷോയാണ് ഈ പ്രധാന മണലൂർ പഞ്ചായത്തിന്റെ തെരുവീതിയിലൂടെ കടന്നു വരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ അഴിമതികൾക്കെതിരെ, ശബരിമലയിലെ തീവെട്ടിക്കൊള്ളയ്ക്കെതിരെ, കാരമുക്ക് പൂതൃക്കോവ് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പുതിയതായി പണിയുന്ന കലവറയുടെയും ശൗചാലയങ്ങളുടെയും തറക്കല്ലിടൽ ചടങ്ങ് ക്ഷേത്രം ട്രസ്റ്റ് അംഗം CP രമേശ് ചെങ്ങല്ലൂർ നിർവഹിച്ചു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PB വേണു, സമിതി ട്രഷറർ സൂര്യനാരായണൻ K, VB പ്രമോദ്, സുബ്രൻ കാര്യട്ട്, സുഷമ സുനിൽ, രഞ്ജിത്ത് മുടങ്ങാട്ടിൽ, അതുൽ കൃഷ്ണ, K പരമേശ്വരൻ നമ്പീശൻ, ബിനു വാസുദേവൻ നമ്പൂതിരി, അഞ്ജലി ഷാജി, ലീല എടക്കാട്ടിൽ, രാധ കുറുപ്പത്ത് എന്നിവർ സംബന്ധിച്ചു. 2 ബാത്റൂം, അതായത് ശൗചാലയം, അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൂടി 2 ശൗചാലയം, അതിൻ്റെ കൂടെ ഒരു സ്റ്റോർ റൂം, പിന്നെ ഭക്ഷണം പാകം ചെയ്യാനുള്ളൊരു കലവറ എന്നിങ്ങനെയുള്ളൊരു
150 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ബിൽഡിങ് 210 എല്ലാം കൂടി ഒരു 210 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ തറക്കല്ല് ഇടൽ കർമ്മമാണ് ഇപ്പോൾ നമ്മൾ നടത്തിയത്. അതിന് ഏകദേശം ഒരു 4.5 ലക്ഷത്തോളം രൂപ നമ്മൾ ചെലവ് പ്രതീക്ഷിക്കുന്നു. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് കൊട്ടിക്കലാശം. ഇനി ഒരു ദിവസത്തെ നിശബ്ദ പ്രചരണത്തിന് ശേഷം പോളിംഗ് ബൂത്തിലേക്ക്. ക്ഷേത്രവാദ്യകല ആസ്വാദക സമിതിയുടെ ശ്രീരാമപാദ സുവർണ മുദ്ര പുരസ്കാരം കൊമ്പ് കലാകാരൻ കുമ്മത്ത് രാമൻകുട്ടി നായർക്ക് സമർപ്പിക്കും. മണലൂർ മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.